പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, റോമ 5:19 തിരുവചനം പറയുന്നു, ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. അപ്പോൾ ആദത്തിൻ്റെ പാപം മൂലം മരണം ലോകത്തിലേക്ക് പ്രവേശിച്ചു. എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലേക്കും വ്യാപിച്ചു. മാനവകുലത്തെ രക്ഷിക്കുവാൻ വന്ന യേശു തൻ്റെ ജനനം മുതൽ കുരിശുമരണം വരെ തന്നെ താഴ്ത്തി അനുസരണ ഉള്ളവനായി മാറി. നമ്മുടെ അനുസരണക്കേടിനു പകരമായി പിതാവിൻ്റെ ഹിതത്തെ പൂർണ്ണമായും യേശു അനുസരിക്കുന്നു. 1 സാമുവേൽ 15:22 അനുസരണം വിധിയേക്കാൾ ശ്രേഷ്ഠം എന്ന തിരുവചനം പറയുന്നുണ്ട്. ദൈവത്തെ അനുസരിക്കാൻ നാം തയ്യാറാകുമ്പോൾ നമുക്ക് ഐശ്വര്യം ആസ്വദിക്കുവാനായിട്ട് കഴിയും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ നാം വാളിനിരയായി തീരുകയും ചെയ്യും. ഇന്ന് അനേകം കുടുംബങ്ങൾ തകരുവാൻ കാരണം ദൈവത്തെയോ ദൈവവചനത്തെയോ അനുസരിക്കാത്തത് കൊണ്ടാണ്. അല്പം താഴ്ന്നു കൊടുത്താൽ, അല്പം ഒന്ന് എളിമപ്പെട്ടാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ മിക്കവാറും കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ആരും താഴ്ന്നു കൊടുക്കാതെ ഹൃദയത്തിൽ അഹങ്കാരം വെച്ചുകൊണ്ട് നാം ഓരോരുത്തരും വിജയിക്കണമെന്നുള്ള ചിന്തയോടെ വാശിയോടെ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായി മാറുന്നത്. മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കളും പരസ്പരം അംഗീകരിക്കാനോ അനുസരിക്കുവാനോ തയ്യാറാകാത്ത ദമ്പതിമാരും സ്വന്തം ഇഷ്ടം മാത്രം നോക്കി ജീവിക്കുന്ന വ്യക്തികളും എല്ലാവരും ദൈവത്തെയും ദൈവവചനത്തെയും ധിക്കരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്വാർത്ഥതയും അഹങ്കാരവുമാണ് അനുസരണത്തിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുന്നത്. മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണാനും അവരെ അംഗീകരിക്കുവാനും ശ്രമിക്കുമ്പോൾ നമ്മുടെ ഈ അഹങ്കാരം കുറഞ്ഞ് വരും. നമ്മുടെ ഹൃദയത്തിൽ എളിമയുണ്ടാകും. എളിമയും അനുസരണയും ഉള്ളവരാകുമ്പോഴാണ് ദൈവത്തിൽ നിന്നും ഐശ്വര്യവും അനുഗ്രഹവും കൃപകളും നമുക്ക് ലഭിക്കുന്നത്. നാം നമ്മുടെ മക്കൾക്ക് നല്ല മാതൃകയാകുന്നതും അപ്പോഴാണ്. നാം നമ്മുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുമ്പോൾ അതൊരു ദുർമാതൃകയായി മാറുകയാണ്. അതുകൊണ്ട് വളരുന്ന മക്കളും അനുസരണക്കേടിന് ഉടമയായി മാറും. നാം നമ്മുടെ മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ടും കുടുംബങ്ങളിൽ പരസ്പരം അംഗീകരിച്ചുകൊണ്ടും അവരെ പരിഗണിച്ചുകൊണ്ടും അവരുടെ ആഗ്രഹങ്ങൾക്ക് സ്ഥാനം കൊടുത്തുകൊണ്ടും ജീവിക്കുമ്പോൾ നമ്മൾ നല്ല മാതൃകയുള്ള മക്കളായി മാറുന്നു. അതോടൊപ്പം തന്നെ അത് കണ്ടു വളരുന്ന നമ്മുടെ മക്കളും നല്ല വ്യക്തിത്വമുള്ളവരായി മാറുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.